ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അയലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾ അധിക പേരൊന്നും കണ്ടിട്ടില്ലാത്ത പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു അയലക്കറിയാണ് കേട്ടോ ഇത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ പേജിൽ ഒരു ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയാത്തവരോട് പറയാണ്. നമ്മൾ ഓരോ 1.5 മാസം കൂടുമ്പോഴും ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ ഗിവ് അവേ വിന്നേഴ്സിന് കൊടുക്കുന്നത്. നമ്മുടെ പേജിൽ നിന്ന് 8 വിന്നേഴ്സിനെയാണ് ഒരു വർഷം തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 2 യൂട്യൂബ് ചാനൽസിൽ നിന്നും 8 വീതം ഈ 2024 ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഓരോ വീഡിയോസും ഷെയർ ചെയ്ത് താഴെ കമൻറ്റ് ഇടാണ് കേട്ടോ വേണ്ടത്. കമൻസിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഒരു അയലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ വൃത്തിയാക്കിയ അയലയിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളി, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ചേർത്ത് ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ ഒരു കറിയിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. കുരുമുളക് പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടി ഒരു മസാലപ്പൊടികളും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ പുളിയും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരവിയതാണ്. ഞാനിവിടെ 1 മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 3 അല്ലി ചെറിയുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് 2 പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ ഇതാ 1/2 കപ്പ് അത്യാവശ്യം പുളിയുള്ള തൈരും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിതാ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് പണ്ട് കാലത്തൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് അയല പുഴുങ്ങിയത് എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ചെറുപ്പത്തിൽ ഈ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടണേ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. ഉമ്മമ്മ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു മസാലപ്പൊടിയൊന്നും ഇല്ലാതെ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അയലയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൈരും മീനും വിരുദ്ധാഹാരമല്ലേ എന്നുള്ളൊരു ഡൗട്ടും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഉമ്മമ്മ പറഞ്ഞത് സാധാരണ അവർ മോരാണ് ചേർക്കൽ. മോരില്ലെങ്കിൽ നമുക്ക് തൈരും ചേർക്കാം. ഇങ്ങനെയാണ് പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ പറഞ്ഞ്. അപ്പോൾ ഇനി കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും തൈരും മീനും വിരുദ്ധാഹാരമല്ലേ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഒന്ന് ചൂടായാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഇതൊന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ കേട്ടോ. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല എരിവ് വേണമെങ്കിൽ തേങ്ങയുടെ കൂടെ പച്ചമുളകും കൂടെ അരക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു അയല പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഈ കറി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ ഷെയർ ചെയ്തിട്ട് താഴെ കമൻ്റ് ഇടുക. കമൻസിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. ഫെബ്രുവരി 15-നാണ് കേട്ടോ ആദ്യത്തെ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം നീളുന്ന ഒരു ഗിവ് അവേ ആണ്. പിന്നെ യൂട്യൂബിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ വന്നിട്ട് കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ